ഇതാ നമുക്ക് കുറച്ച് ലോബ്സ്റ്റേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഒത്തിരി നാളുകൾക്ക് ശേഷം വീണ്ടും ഞാനിതാ വീഡിയോയിലേക്ക് വരികയാണ്. നമുക്ക് കുറച്ച് ലോബ്സ്റ്റേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഇത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. അതോടൊപ്പം തന്നെ ഇത് ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നും കാണിച്ചു തരാം. ഇതാ ഇത് കണ്ടോ, അത്യാവശ്യം നല്ല വലുപ്പമുള്ള ലോബ്സ്റ്റേഴ്സാണ്. ഇതാ കണ്ടോ, ഇതാണ് നമ്മുടെ ലോബ്സ്റ്റേഴ്സ്. ഇത് വിത്ത് ഷെല്ല് ഉൾപ്പെടെയാണ് നമ്മൾ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലൈക്ക് ഇതിൻ്റെ നടുഭാഗം ഇങ്ങനെ, ഇതിൻ്റെ ഈ ഒരു ഭാഗം കീറിയിട്ട് ഈ ഒരു സൈഡ് കീറി അതിൻ്റെ കാലെല്ലാം കളഞ്ഞ് അതിൻ്റെ കുടൽ പുറത്തെടുത്തിട്ട് അതിൻ്റെ ഈ അത്യാവശ്യം കൊമ്പുകളൊക്കെ മുറിച്ച് കളഞ്ഞ് അതോടുകൂടി ഫ്രൈ ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ ടിൽ ദ എൻഡ്. ആൻഡ് ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ അടുത്ത ഐറ്റംസ് നമുക്ക് അപ്ലോഡഡ് ആകത്തുള്ളൂ. അപ്പം എല്ലാവരും അടുത്ത നമ്മുടെ ക്ലീനിങ് പ്രോസസ്സിലേക്ക് നമുക്ക് കിടക്കാം. നമ്മളിത് കട്ട് ചെയ്യുന്ന സീനാണ് കാണിക്കുന്നത്. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇതിൻ്റെ ആ കൊമ്പ് പോർഷൻസാണ് ആദ്യം നമ്മൾ കളയുന്നത്. അതിനുശേഷം ഇത് നമ്മൾ അതിൻ്റെ കാലുകൾ രണ്ടും കട്ട് ചെയ്യുകയാണ്. ഇതിൻ്റെ കൊമ്പുകളെല്ലാം കളഞ്ഞ് കാല് കട്ട് ചെയ്ത് ഈ ഒരു കാല് നമ്മളൊരു പക്ഷേ ഇത് നമ്മൾ ഹോട്ടലുകളിലൊക്കെ ഇതിന് ആ നീല കാലില്ലേ, അത് ചിലപ്പം ഹോട്ടലിലൊക്കെ കാണാറുണ്ട്. അതങ്ങനെ തന്നെ ഷോയ്ക്ക് വെക്കാറുണ്ട്. പക്ഷേ നമ്മളത് കട്ട് ചെയ്ത് കളയുകയാണ്. ഇനി ഇതിൻ്റെ ഈ ഒരു പോർഷൻ, അതായത് ഈ തലയുടെ ആ പോർഷൻ, ചില ഹോട്ടലുകളിൽ അതവിടെ കാണാറുണ്ട്. അതിനകത്ത് പക്ഷേ നമ്മൾ ചെക്ക് ചെയ്തപ്പം മണ്ണ് അതിനകത്ത് കയറിയിട്ടുള്ളത് കൊണ്ട് നമ്മൾ ആ ഒരു പോർഷനും കളയുകയാണ്. ഇതാ കണ്ടോ, അതിനകത്തെ അഴുക്കും നമ്മൾ കളഞ്ഞ ശേഷം നല്ല ഷാർപ്പ് സിസേഴ്സ് ഉണ്ടെങ്കിൽ അത് കളഞ്ഞ് അതേപോലെ ഈ സൈഡിലെ അഴുക്കും നമുക്ക് ഇവിടെ ഇനി ഈ ഒരു പോർഷൻ ഉണ്ടാ, ഈ ഒരു ഷെല്ലിൻ്റെ ഈ ഒരു പോർഷനും കൂടെ നമ്മളിതുപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തുള്ള ആ ഒരു നമ്മൾ ഈ പ്രോൺസിനൊക്കെ കളയുന്ന പോലത്തെ ഒരു വേര് പോലത്തെ ഒരു സംഭവമുണ്ട് അതിൻ്റെ കുടല്, അതും കണ്ടോ, അതും നമ്മളിതുപോലെ തന്നെ എടുത്ത് കളയുകയാണ്. കണ്ടോ, നാര് പോലത്തെ. ബാക്കിയുള്ള പോർഷൻസ് നമ്മൾ ടൂത്ത് പിക്ക് വെച്ചിട്ട് ക്ലീൻ ചെയ്ത് അത് ക്ലിയർ ചെയ്യാം. ഇനി ഇതിനകത്ത് എന്തെങ്കിലും കാലോ അതിൻ്റെ സംഭവങ്ങൾ എന്തെങ്കിലും തന്നെ നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റാം. നമ്മൾ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുമ്പോഴത്തേന് നമുക്കത് ക്ലിയർ ആയിട്ട് കിട്ടും. ഇതാണ് നമ്മൾ ഓൾമോസ്റ്റ് ക്ലീൻ ചെയ്ത് രണ്ടെണ്ണം ഉണ്ട്. ഇനി ഇത് വെള്ളത്തിൽ നമ്മൾ വാഷ് ചെയ്യാൻ പോവുകയാണ്. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്ത ശേഷം നമുക്ക് വരാം. അത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് മറ്റൊരു കാര്യം കൂടി, അതായത് കണ്ടോ, ഇത് മുട്ട പോലത്തെ ഒരു സംഭവമുണ്ട്. ഇതും ചിലർ ഇത് ഉപയോഗിക്കാറുണ്ട്. നമ്മളിത് കളയുകയാണ്. അതേപോലെ അതിൻ്റെ കാല് ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ ശേഷമാണ് ബാക്കി അതിനകത്തെ ആ കൊമ്പും അതേപോലെ അതിനകത്തെ ഞരമ്പ് പോലത്തെ സംഭവമൊക്കെ കളയുന്നത്. ഇതാ നമ്മുടെ ലോബ്സ്റ്റർ എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് ആദ്യം ഉപ്പ് പിന്നെ വിനാഗിരി ഇട്ട് നന്നായിട്ട് കഴുകി അതിനകവും പുറവും നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട്. കണ്ടോ, ഇത് കണ്ടോ, ഇതിനകം എല്ലാം നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. അതേപോലെ പുറവും ഇതിനകത്ത് ഇങ്ങനെ മുറിച്ച് ഇതിനകത്തെ ആ നാരുകളും വേരുകളും മണ്ണും എല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് മാരിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. മാരിനേറ്റ് ചെയ്യാനായിട്ട് ഞാൻ മസാലകളെല്ലാം ഗ്രൈൻഡ് ചെയ്ത ശേഷം ഇതിലേക്ക് വെക്കാൻ പോവുകയാണ്, പുരട്ടി വെക്കാൻ പോകും. അപ്പോൾ ഇതിനകത്ത് വേണ്ടുന്ന മസാല എന്താണെന്ന് നമുക്ക് നോക്കാം. മാരിനേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് പച്ചമുളകുണ്ട്, വറ്റൽമുളകുണ്ട്, പിന്നെ അതേ പച്ചമുളകോ ചുമന്ന മുളകോ, വറ്റൽമുളകുണ്ട്, പിന്നെ കറി ലീഫുണ്ട്, സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് പകരം ചെറിയുള്ളി എത്ര എടുക്കുന്നു അത്രയും ടേസ്റ്റിയാണ്. പിന്നെ ജീരകം, ഉലുവ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ജിഞ്ചറും ഗാർലിക്കും അല്ല ഫ്രഷായിട്ടുണ്ടെങ്കിൽ അത് ഗ്രൈൻഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഉത്തമം. പിന്നെ ഞാനിതിനകത്ത് കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ചില്ലി ഉള്ളത് കൊണ്ട് എരിവ് കൂടാതിരിക്കാൻ വേണ്ടി. മഞ്ഞൾപ്പൊടി, ഫിഷ് മസാല, മല്ലിപ്പൊടി, പിന്നെ ഇത് ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഫ്രൈ ചെയ്യുമ്പം ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയാണ് അരിപ്പൊടി എടുത്തിരിക്കുന്നത്. കൂടാതെ ഞാനൊരു ഇച്ചിരി വിനീഗർ എടുത്തിട്ടുണ്ട്. അതേപോലെ ടൊമാറ്റോ കെച്ചപ്പ്,
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എടുത്തിട്ട് ഞാനിത് ഗ്രൈൻഡ് ചെയ്യാൻ പോവുകയാണ്. ഇത് ഗ്രൈൻഡ് ചെയ്ത് ഒരു പേസ്റ്റി പരുവത്തിലാക്കിയിട്ട് ഇതിൻ്റെ കൂടെ ഉപ്പും നമ്മളിടാൻ മറന്നു പോയിട്ടുണ്ട്. ഉപ്പൂടെ ചേർത്ത് ഗ്രൈൻഡ് ചെയ്ത ശേഷം നമ്മൾ ഉപ്പിടുന്നതായിരിക്കും ബെറ്റർ, മിക്സി വെറുതെ ചീത്തയാക്കാതെ. അപ്പോൾ ഗ്രൈൻഡ് ചെയ്ത പേസ്റ്റ് വന്ന ശേഷം ഉപ്പ് മിക്സ് ചെയ്ത ശേഷം നമുക്ക് വരാം. നമ്മൾ ഗ്രൈൻഡ് ചെയ്ത ശേഷം ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഞാൻ ആ മിക്സിയിലെ വെള്ളവും കൂടെ ചേർത്താണ്, അതുകൊണ്ട് ഇച്ചിരി വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അരിപ്പൊടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഇതേ രീതിയിൽ തന്നെ അത് മസാല ചേർക്കാൻ പോവുകയാണ്. അതാ നമ്മളിതിലേക്ക് ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പിടുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ലോബ്സ്റ്ററിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് അരച്ച് അതിൻ്റെ അകത്തേക്കെല്ലാം ചേർത്ത് നമ്മൾ അതിനുശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത ശേഷമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നമ്മുടെ ലോബ്സ്റ്റേഴ്സ് എല്ലാം നമ്മൾ മാരിനേറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇതൊന്ന് അടച്ചു വെച്ച് ഏകദേശം ഒരു 2 hours നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. ഒരു 2 hours ടൈമിലേക്ക് നമുക്കിത് നമ്മളുടെ എല്ലാം ഐസായി ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. ഇത് ഡീപ്പ് ഫ്രൈ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നീളത്തിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ സാധാരണ ആളുകൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു വടി പോലെ എന്തെങ്കിലും ഒന്ന് കെട്ടി വെച്ചിട്ടാണ് വറക്കുന്നത്. നമ്മളങ്ങനെ ചെയ്യുന്നില്ല, വളഞ്ഞിരുന്നാലും കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ ഡീപ്പ് ഫ്രൈ ചെയ്യുകയാണ്. തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് വരാം. നമ്മളുടെ ലോബ്സ്റ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ട് വേണം വേവിക്കാൻ, കാരണം ഫ്രൈ ചെയ്യാൻ, കാരണം കുറേ ടൈം എടുക്കും ഇതിനകം വേകാൻ. അതല്ലെന്നുണ്ടെങ്കിൽ ആദ്യം ബോയിൽ ചെയ്ത ശേഷം ഇത് ഫ്രൈ ചെയ്യണം. കുട്ടികൾ പറഞ്ഞു അവർക്ക് ചൈനീസ് സ്റ്റൈലിൽ നൂഡിൽസിനൊപ്പം കഴിക്കണം. അപ്പോൾ ഞാനത് നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ആ ലോബ്സ്റ്ററും ഇട്ട ശേഷം നമ്മൾ നൂഡിൽസിൻ്റെ കൂടാണ് ഇന്ന് ലോബ്സ്റ്റർ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. മറ്റൊരു ദിവസം നമുക്ക് ഈ ലോബ്സ്റ്റർ കുക്ക് ചെയ്ത ശേഷം ആ മസാല വെച്ചിട്ട് ബോയിൽ ചെയ്ത ശേഷം ഫ്രൈ ചെയ്യുന്ന മെത്തേഡ് കാണിച്ചു തരാം. ഇതായിപ്പം പക്ക ചൈനീസ് രീതിയിലുള്ള ലോബ്സ്റ്റർ വിത്ത് നൂഡിൽസാണ് ഇപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കുട്ടികളുടെ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരമാണ്. ഞാൻ ആദ്യം അത് ഫ്രൈ ചെയ്താൽ മാത്രം മതി എന്നാണ് വിചാരിച്ചത്. പക്ഷേ കുട്ടികൾ പറഞ്ഞു അവർക്ക് വിത്ത് നൂഡിൽസാണ് വേണ്ടതെന്ന്. അതുകൊണ്ട് ഫ്രൈ ചെയ്ത് നന്നായിട്ട് അത് കുക്കായിട്ടുണ്ട്. തിരിച്ചും മറിച്ചും ലോ ഫ്ലെയിമിലിട്ട്, ആദ്യം ഇടുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലിടുക, വീണ്ടും ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് കുക്ക് ചെയ്ത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് എടുക്കുന്നതിന് മുമ്പ് ഹൈ ഫ്ലെയിമിലിട്ട് എടുത്താൽ മതി, അകവും കുക്കാവും. അതല്ല സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ബോയിൽ ചെയ്ത ശേഷം ഫ്രൈ ചെയ്യുക. അന്നേരം എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഈ ബോയിൽ ചെയ്ത അതേ വാട്ടർ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റ് എല്ലാം ആ വാട്ടറിൽ പോവും. അതുകൊണ്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ഇത് പക്കാ ചൈനീസ് മോഡലിലുള്ള ഒരു ഫുഡാണ്. ഇതിലേക്ക് ക്യാപ്സിക്കം, അതേപോലെ സവാള, തക്കാളി ഇതൊക്കെ അരിഞ്ഞ് കഴിക്കുന്നത് നല്ലതായിരിക്കും. കുട്ടികൾ ഇങ്ങനെ തന്നെ വേണമെന്ന് അറിഞ്ഞതുകൊണ്ട് ഞാനിങ്ങനെ തന്നെ അത് സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് എല്ലാവരും തന്നെ ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.